सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा ഇപ്പാരിങ്ങനെ തീർത്തുകാത്തരുളിടും തായേ ജഗന്മംഗളേ തൃപ്പാദത്തളിരോർത്തതില്ല വഴിപോൽ സ്നേഹിച്ചുമില്ലന്യനെ തപ്പാതുള്ളലിവറ്റുകാലഭടരിങ്ങേകും പ്രപീഡാമയം തീർപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധം 15-ാമത്തെ അധ്യായമാണ് ഇന്നലെ മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങിയത്. വസിഷ്ഠന്റെ ശാപം ഏറ്റ് വിദേഹിയായി തീർന്ന നിമിക്ക് എന്ത് സംഭവിച്ചു എന്ന് ജനമേജയൻ ചോദിച്ചപ്പോഴാണ് ആ കഥയെ വ്യാസൻ പറഞ്ഞത്. ദേവന്മാരുടെ അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടി. അവരെ പറഞ്ഞതനുസരിച്ച് ദേവിയെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. ദേവിയുടെ അനുഗ്രഹത്താൽ ശരീരമെടുക്കാതെ കണ്ട് ആ കൺമിഴികളിൽ, ജീവികളുടെയെല്ലാം കൺമിഴികളിൽ നിമിക്ക് വസിക്കാൻ സ്ഥാനം ദേവി കൽപ്പിച്ചു കൊടുത്തു എന്നവിടെ പറഞ്ഞു. ഇങ്ങനെ നിമിക്ക് വരം നൽകിയിട്ട് ദേവി മുനിമാരോടെല്ലാം യാത്ര ചോദിച്ചുകൊണ്ട് അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ദേവി അന്തർധാനം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുനിമാരെല്ലാം യഥാവിധി കൂടിയാലോചിച്ചിട്ട് നിമിയുടെ ദേഹം എടുത്തുകൊണ്ടുവന്നു. കാരണം ഇപ്പോൾ നിമിക്ക് ശരീരമില്ല. ഇപ്പം നിമി സൂക്ഷ്മരൂപത്തിൽ ആ നിമിയുടെ ഉള്ളിൽ ആ ആത്മാവിനെ അവരുടെ തപശക്തി കൊണ്ട് നിർത്തിവെച്ചിരുന്നു. കാരണം യാഗം കഴിക്കണം, യജ്ഞം കഴിക്കണം. അതിനു മുമ്പ് നിമി മരണപ്പെടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആ യജ്ഞത്തിൻ്റെ അവസാനത്തിൽ ദേവന്മാര് പ്രസന്നരായി വന്നു, വരങ്ങൾ ചോദിച്ചു. പക്ഷേ നിമി ഒരു സ്ഥൂല ശരീരം എടുത്തു വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ആ കൺപോളകളിൽ വസിക്കാനുള്ള വരം ദേവിയുടെ അനുഗ്രഹത്താൽ കിട്ടിയത്. ഇനിയിപ്പോൾ നിമിയുടെ ശേഷം രാജ്യഭരണം ചെയ്യാനായിട്ട് ഒരാൾ വേണ്ടേ? ആലോചിച്ച ഋഷികള് എല്ലാവരും കൂടിയിട്ട് നിമിയുടെ ദേഹം എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് മന്ത്രഭൂതമായ ഒരു അരണി കൊണ്ട് ആ മുനിമാര് നിമിക്ക് പുത്രനുണ്ടാവുന്നതിനു വേണ്ടിയുള്ള മന്ത്രം ജപിച്ച് അത് കടഞ്ഞു. അരണി കൊണ്ട് കടയവേ സാക്ഷാൽ മറ്റൊരു നിമിയോ എന്ന് തോന്നുമാറ് സർവലക്ഷണങ്ങളും തികഞ്ഞ ഒരു പുത്രൻ അതിൽ നിന്നും പ്രാദുർഭവിച്ചു എന്ന് പറയുകയാണ്. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. വേനന്റെ കൈകളെ കടഞ്ഞ് ഭഗവാൻ സ്വയം വലത് കൈയിൽ നിന്നും പൃഥുവായിട്ടും ഇടത് കൈയിൽ നിന്നും മഹാലക്ഷ്മി അർച്ചിസായിട്ടും അവിടെ അവതരിച്ചു എന്ന് പൃഥു അവതാരം പറയുന്നുണ്ട്. ആ മന്ത്രശക്തി കൊണ്ട് വേനന്റെ കൈകളെ കടഞ്ഞാണ് പൃഥുവും അർച്ചിസും ഭഗവാന്റെയും ദേവിയുടെയും അംശങ്ങളായിട്ട് അവതരിച്ചത് എന്ന് പറഞ്ഞു. ഇവിടെ ഇതാ അതേമാതിരി തന്നെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഈ നിമിയുടെ ശരീരം കടഞ്ഞ സമയത്ത് അതിൽ നിന്നും ആ നിമിയെപ്പോലെ സർവലക്ഷണങ്ങളും തികഞ്ഞ ഒരു പുത്രൻ പ്രാദുർഭവിച്ചു. അരണി കൊണ്ടുള്ള മഥനത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവൻ മിഥി എന്നറിയപ്പെട്ടു. മഥനം ചെയ്ത് ജനിപ്പിക്കപ്പെട്ടവനായതുകൊണ്ട് മിഥി എന്നറിയപ്പെട്ടു. ജനകത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട്, അതായത് അരണിയാകുന്ന കാരണത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ജനകൻ എന്ന പേരും സിദ്ധിച്ചു.
ദേഹമില്ലാതെ കൊണ്ടുള്ള ആ നിമിയിൽ നിന്നും ജനിച്ചവനായതുകൊണ്ട് ആ വംശത്തിലുള്ളവരൊക്കെ വിദേഹന്മാരെ എന്നും പേരുണ്ട് അവർക്ക്. അങ്ങനെ മിഥിലൻ, വിദേഹൻ, ജനകൻ എന്നൊക്കെ അവർക്ക് പേര് വരാനുള്ള കാരണം അങ്ങനെയാണ് എന്ന് പറയാണ്. നിമി വിദേഹനായി തീർന്നതിനാൽ ആ വംശത്തിൽ ജനിച്ച രാജാക്കന്മാരെല്ലാം വിദേഹന്മാരായി എന്ന് പിന്നീട് കീർത്തിക്കപ്പെട്ടു എന്നും അവിടെ പറയണു. ഇങ്ങനെ നിമിയുടെ പുത്രൻ ലോകവിഖ്യാതനായ ജനകനായി ഭവിച്ചു. ഗംഗാതീരത്ത് അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു നഗരം നിർമ്മിച്ചു. ഗോപുരങ്ങളും മറ്റുള്ള എല്ലാ സമൃദ്ധികളും ധനാദികളും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള നഗരം ഈ ജനകനാൽ നിർമ്മിച്ചതുകൊണ്ട്, മിഥിയാൽ നിർമ്മിച്ചുകൊണ്ട് മിഥില എന്ന് പിന്നീട് വിഖ്യാതമായി തീർന്നു എന്ന് പറയുന്നു. ഈ വംശത്തിൽ ജനിച്ച രാജാക്കന്മാരെല്ലാം ജനകന്മാരെന്നും വിദേഹന്മാരെന്നും കീർത്തിക്കപ്പെട്ടവരായി. മിഥില എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ രാജാക്കന്മാരായതുകൊണ്ട് മിഥിലാധിപരായി തീർന്നു എല്ലാവരും വിഖ്യാതന്മാരായിട്ടുള്ള ജ്ഞാനികളായിരുന്നു. ഹേ ജനമേജയ, ശാപം കൊണ്ട് നിമിക്ക് വിദേഹത്വം ലഭിച്ച പ്രസിദ്ധമായ കഥ അങ്ങ് അറിയണം എന്ന് താല്പര്യപ്പെട്ടതിനെ ഞാനിതാ അങ്ങയോട് പറഞ്ഞു തന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ആ വസിഷ്ഠശാപത്താൽ ദേഹം നഷ്ടപ്പെട്ട നിമി പിന്നീട് ഇതാ ഋത്വിക്കുകളുടെ അനുഗ്രഹം കൊണ്ട് ആ ശരീരത്തിനെ കടഞ്ഞ അതിൽ നിന്നും മിഥിലൻ, ജനകൻ അല്ലെങ്കിൽ വിദേഹൻ എന്ന പേരിലുള്ള പുത്രൻ ജനിച്ചു. പിന്നീട് ആ വംശത്തിൽ വന്നവരെയെല്ലാം ജനകൻ അല്ലെങ്കിൽ വിദേഹൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ സീതയുടെ അച്ഛനൊക്കെ അങ്ങനെയാണ് ജനകൻ എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ ഈ ജനകൻ എന്ന് പറയുമ്പോൾ മിഥിലൻ, ജനകൻ, വിദേഹൻ എന്നൊക്കെ പറയുമ്പോൾ അത് ആ വംശത്തിലുള്ള എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള സാധാരണമായിട്ടുള്ള പേരാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ സർനെയിം പറയാറില്ലേ എന്നത് മാതിരി ആ വംശത്തിലുള്ള എല്ലാവർക്കുമുള്ള ഒരു പേരാണത്. ഒരാളുടെ പേര് മാത്രമല്ല. ഈ ജനകൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരല്ല, ആ വംശത്തിൽ ജനിച്ച എല്ലാവർക്കും ജനകൻ എന്നുള്ള പേരാണ് സിദ്ധിക്കപ്പെട്ടത് എന്ന് പറയുന്നു. കഥ കേട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള ജനമേജയന് വീണ്ടും സംശയമുണ്ടായി ചോദിച്ചു, ഹേ വ്യാസഭഗവാൻ, നിമിശാപത്തിനുള്ള കാരണം അങ്ങ് പറഞ്ഞു. അത് കേട്ടിട്ട് അത്യന്തം ചഞ്ചലമായി എൻ്റെ മനസ്സ് സംശയമായിരിക്കണം. വസിഷ്ഠൻ ബ്രാഹ്മണശ്രേഷ്ഠനും രാജാവിൻ്റെ പുരോഹിതനും ബ്രഹ്മാവിൻ്റെ പുത്രനുമാണ്. എന്നിട്ടും അദ്ദേഹം ശാപാധീനനായത് എങ്ങനെയാണ്? സ്വന്തം ഗുരുവാണെന്നും ബ്രാഹ്മണനാണെന്നും അറിഞ്ഞിട്ടും നിമി ക്ഷമിച്ചില്ല. അത്യുത്തമമായ യാഗം ചെയ്തിട്ടും അദ്ദേഹത്തിന് കോപമുണ്ടായി. ധർമ്മത്തെക്കുറിച്ച് വിശേഷ ജ്ഞാനമുള്ളവനും ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനുമായിട്ടുള്ള അദ്ദേഹം ക്രോധത്തിന് അധീനനായി ബ്രാഹ്മണനും ഗുരുവായും ഇരിക്കുന്നതായിട്ടുള്ള വസിഷ്ഠനെ ശപിച്ചത് എങ്ങനെയാണ്? ഈ സംശയങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അതിനെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് ഇതാ ജനമേജയൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആണ് പിന്നീട് ഇതാ ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നത്.